മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റ്. മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നത് മൂലം മത്സരമില്ലാതെയാണ് അദ്ദേഹം വിജയിച്ചത്. മൂവാറ്റുപുഴ RTO വി അബ്ബാസ് തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ചുമതലയേറ്റു. ഭരണപക്ഷം മാത്രമുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ എതിർ സ്ഥാനാർത്ഥികളില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. റിട്ടേണിംഗ് ഓഫീസർ മൂവാറ്റുപുഴ RDO വി അബ്ബാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജോസ് പെരുമ്പള്ളിക്കുന്നേൽ എന്ന ഞാൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം മൂലം സ്ഥാപിതമായ ഭാരതീയ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും നിഷ്പക്ഷതയോടെയും ഭയമോ പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാക്കുവാൻ ഈ ടൈമിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. കാരണം 14 അംഗങ്ങളും UDF അംഗങ്ങളാണ്. അത് തന്നെ ഒരു വലിയ ഉത്തരവാദിത്വവും അതിലേറെ സന്തോഷകരമായ കാര്യമാണ്. അവിടെ നന്നായി പ്രവർത്തിക്കാൻ കഴിയും. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടോമി തന്നിട്ട മൈക്കൽ, ജോജി കുറുപ്പാമടം, സാബു പൊതൂർ, സീനത്ത്, സിമി മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെൽമി ജോൺസ് എന്നിവർ സംസാരിച്ചു. ജോസ് പെരുമ്പള്ളിക്കുന്നേൽ 2010-15 കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. 2 പ്രാവശ്യം മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ചുമതല വഹിച്ചിട്ടുണ്ട്. 22 വർഷമായി വാഴക്കുളം 751 നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ, സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ അധ്യക്ഷനുമാണ്. കോൺഗ്രസിൽ ഒറ്റ തസ്തിക മാനദണ്ഡം കർശനമാക്കിയതിനെ തുടർന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയായ സാബു ജോസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.